വിഷുവിങ്ങെത്തി അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. കണിയൊരുക്കാനുള്ള വിഭവങ്ങൾ ശേഖരിക്കാൻ വിപണികളിൽ വൻ തിരക്കാണ്. വിഷുവിനോട് അനുബന്ധിച്ച് വസ്ത്ര, പച്ചക്കറി, പടക്ക വിപണികൾ സജീവമായിട്ടുണ്ട്. വിഷ്ണു സുരേഷ് എറണാകുളത്ത് നിന്നും അനീഷ് ദേവസ്യ കോഴിക്കോട് നിന്നും ചേരുകയാണ്. ആദ്യം വിഷ്ണുവിലേക്കാണ്. വിഷ്ണു, എങ്ങനെയാണ് എറണാകുളത്ത് എവിടെയാണുള്ളത്? എത്രത്തോളം സജീവമാണ് വിപണികൾ? വിഷു ആഘോഷിക്കാൻ മലയാളികൾ അതിന്റെ അവസാനവട്ട ഒരുക്കത്തിലേക്ക് കടക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം മാർക്കറ്റിലാണ്. എറണാകുളം മാർക്കറ്റിന്റെ തിരക്ക് കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം വിഷു ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ് മലയാളികളെന്ന്. പച്ചക്കറി വാങ്ങാനും അതോടൊപ്പം തന്നെ കണിയൊരുക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വൈകിട്ട് ഒരു 3 മണിയോടുകൂടി തന്നെ വളരെ സജീവമാണ് മാർക്കറ്റ്. ചേട്ടാ, ചേച്ചി സാധനങ്ങളൊക്കെ മേടിച്ചോ? എല്ലാം മേടിച്ചോ? വിലക്കുറവുണ്ടോ? കുഴപ്പമില്ല. വലിയ വിലയുണ്ടോ ചേട്ടാ? വലിയ വിലയുണ്ടോ? ഇല്ലല്ലോ. വലിയ വില സാധാരണക്കാരന് മേടിക്കാൻ പറ്റിയ വിലയുള്ളൂ. വലിയ വിലയൊന്നുമില്ല. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വില കുറവാണ് ഇപ്രാവശ്യം. തിരക്കുണ്ടല്ലോ ഇത്തവണ? തിരക്കുണ്ട്. വെയിലാറിയപ്പോ തിരക്ക് കൂടി. കഴിഞ്ഞ തവണ വിഷുവിന് ഇത്ര തിരക്ക് എറണാകുളം മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ വലിയ സജീവമാകുകയാണ് മാർക്കറ്റ്. പ്രത്യേകിച്ച് പച്ചക്കറികൾക്ക് പൊതുവെ വില കുറവുണ്ട് എന്നുള്ളതാണ് കടക്കാരൊക്കെ പറയുന്നത്. കഴിഞ്ഞ തവണ വില കയറ്റത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വലിയ പ്രതിസന്ധിയൊക്കെ നേരിട്ടത്. ഒരു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പച്ചക്കറികളുടെ വിപണനം, മറുവശത്തേക്ക് ഈ കണിയൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ മറ്റു വസ്തുക്കൾ, ഈ മയിൽപ്പീലി അടക്കമുള്ള കൃഷ്ണന്റെ മറ്റ് അടയാഭരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഇത് എങ്ങനെയാ? റേറ്റ് ഒക്കെ എങ്ങനെയാ? 30 രൂപ. മൂവിംഗ് ഉള്ള ഐറ്റം ആണോ? മൂവിംഗ് ഉള്ള ഐറ്റം ആണോ? വിഷുവിന്റെ ആണ് കൃഷ്ണപ്പീലി. ഭയങ്കര ആളുകൾ മേടിക്കുന്നുണ്ടോ? മേടിക്കുന്നുണ്ട്. മയിൽപ്പീലിയൊക്കെ സജീവമാണ്. അതോടൊപ്പം തന്നെ കണിക്കൊന്ന ഷോർട്ട്, അതായത് ഒറിജിനൽ കണിക്കൊന്ന ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണിക്കൊന്ന, അങ്ങനെ വിപണി പൂർണ്ണമായും സജീവമാണ്. പൂവുപണി, എറണാകുളം മാർക്കറ്റിലെ പൂവുപണി വളരെ സജീവമാണ്. മധ്യമേഖലയിലേക്ക് അല്ലെങ്കിൽ മധ്യ കേരളത്തിലേക്ക് എത്തുമ്പോൾ വിഷുവിന് അതിന് ഒരുപക്ഷെ നോൺ വെജിറ്റേറിയൻ അടക്കം ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ, അതായത് പച്ചക്കറി മാർക്കറ്റ് തൊട്ടപ്പുറത്ത് മത്സ്യ മാർക്കറ്റ് ഉണ്ട്, അവിടെയൊക്കെ സജീവമാണ്. ചേച്ചി എല്ലാം മേടിച്ചു കഴിഞ്ഞോ? എല്ലാം മേടിച്ചു കഴിഞ്ഞു. വിലക്കയറ്റം വലിയ പ്രശ്നമില്ലല്ലോ? പ്രശ്നമുണ്ട്. ആണോ? എന്താ കാര്യമായിട്ട് വിലയുണ്ട്? എല്ലാ സാധനങ്ങളൊന്നും കിട്ടണില്ല. എന്താ കിട്ടാത്ത? എന്താ കിട്ടാത്ത? കണി വെക്കാൻ പിന്നെ ഐറ്റങ്ങളെ എല്ലാം കൂടി ഇവിടെയൊക്കെ ബോക്സിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഓരോ സെറ്റ്. ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു നമുക്കൊരു മനസ്സിനണിഞ്ഞത് കിട്ടിയില്ല. മനസ്സിനിണങ്ങിയ സാധനങ്ങൾ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതായത് കണി വെക്കാനുള്ള പ്രത്യേക സെറ്റ് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വിൽക്കുന്നത്. ചേട്ടാ, വലിയ വിലക്കയറ്റം ഉണ്ടോ അല്ലെങ്കിൽ വലിയ പ്രശ്നമുണ്ടോ? പുതിയ വിലക്കയറ്റമൊന്നുമില്ല. എല്ലാം നോർമലാ. ശരി, സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ അത്ര വിലയില്ല. അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റ് ഭയങ്കര സജീവമാണ്. ആളുകൾ കൂടുതലായി എത്തുന്നുണ്ട്. ഒരുപക്ഷെ ഒരു 7 മണി വരെ ഈ തിരക്ക് ഇവിടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതില്ല. ശരി, വലിയ വിലക്കയറ്റമില്ല എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. പക്ഷേ വിലക്കയറ്റമുണ്ട്, വില കൂടുതലാണെന്ന് സാധനം വാങ്ങാനെത്തിയവരും പറയുന്നതാണ്. വിഷ്ണുവാണ് എറണാകുളത്തെ വിശേഷങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.